പറയുന്നു എന്താ പ്രതിപക്ഷത്തിന് തലയ്ക്ക് വെളിവുണ്ടോ എന്നുള്ളത്. ആ ചോദ്യം യഥാർത്ഥത്തിൽ ആങ്കർ എന്ന നിലയിൽ അങ്ങ് സത്യസന്ധമായി ഒന്ന് ആലോചിക്കുക. അത് പ്രതിപക്ഷത്തിനെതിരെയുള്ള ചോദ്യമാണോ? കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം സീറോ മലബാർ സഭ ഇതിനെ എതിർത്ത സീറോ മലബാർ സഭയുടെ തിരുമേനിമാർക്ക് തലയ്ക്ക് വെളിവുണ്ടോ എന്നുള്ളതാണോ? മുസ്ലിം ലീഗിന്റെ നേതാവ് സമസ്തയുടെ നിന്റെ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. അടിയന്തര പ്രമേയത്തിന്റെ പ്രശ്നം എന്താണ്? അങ്ങ് കോൺഗ്രസ് പ്രതിനിധിയോടെങ്കിലും ഈ കാര്യത്തിൽ കാണിച്ച ഒരു സമീപനം എന്റെ ആദ്യത്തെ വാചകത്തിൽ തന്നെ അങ്ങ് ഇടപെട്ട് ഇല്ലാതാക്കുകയാണ്. കോൺഗ്രസ്സുകാരന് കൊടുത്ത ആനുകൂല്യമെങ്കിലും എനിക്ക് നൽകണം. അതൊരു അവകാശം, ഒരു ഔദാര്യമല്ല, മറിച്ച് അതൊരു അവകാശം. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ആരാണെന്നറിയില്ല, ചങ്ങലിക്കിട്ടിരിക്കുക ഭ്രാന്താണെന്നാ തോന്നുന്നു. മിൽമ പാലിന് പോലും 4 രൂപ വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള കേരളത്തിലെ അഭിനവ ഗവൺമെന്റ്, കോൺഗ്രസ് സർക്കാർ യാതൊരു മടിയും കൂടാതെ 251% നികുതി നിരക്കുണ്ടായിരുന്ന കേരളത്തിലെ മദ്യത്തിന്റെ നിരക്ക് 120ലേക്ക് താഴ്ത്താൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നു. അതാ നിന്റെ വിഷമം. ഈ എതിർത്ത ഈ നിർദ്ദേശത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ തലയ്ക്ക് വെളിവില്ലേ? അതിന്റെ ആകത്തുകയെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ തലയ്ക്ക് വെളിവില്ല എന്ന ചോദ്യം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനെതിരെ മാത്രമല്ല, ഈ തീരുമാനത്തെ തള്ളിക്കളഞ്ഞ തലയിൽ ആൾതാമസമുള്ള മുഴുവൻ മനുഷ്യന്മാർക്കുമെതിരെയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു ക്യാബിനറ്റ് ഉത്തരവും ക്യാബിനറ്റ് നോട്ടും ആ വാക്ക് നൽകുന്ന അർത്ഥതലം എന്താണ്? അജഗജാന്തര വ്യത്യാസമില്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പർവ്വതതുല്യമായ വ്യത്യാസം ഇല്ലേ? ആ വ്യത്യാസം ചൂണ്ടിക്കാണിക്കുമ്പോ നിങ്ങൾ വാക്കി കയറി പിടിക്കല്ലേ? എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അശ്ലീലം പറയുന്നു, മെഴുകുന്നു. ആരാണ് മെഴുകിയത്? അവനാണ് നീ. 2022 മദ്യനയത്തിൽ എഴുതി വെച്ച കാര്യം തന്നെയാണ് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കണം, അതുവഴി വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കണം എന്നുള്ളത് നിങ്ങളുടെയും നയമായിരുന്നു, അവരുടെയും നയമാണ് എന്ന്. ശരിയാണ്, അവരുടെ നയം വന്നിട്ടില്ല, ബജറ്റാണ് വന്നത്. എന്നാലും അത് നിങ്ങളുടെ നയം പിൻപറ്റിയുള്ളതാണ് എന്ന് പറയാം. 130% മേലെ ഒറ്റയടിക്ക് ടാക്സ് കുറയ്ക്കാനുള്ള നിർദ്ദേശം 2.5 മണിക്കൂർ കൊണ്ട് ഈ വകുപ്പ് മേധാവികൾ കണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു. ഒറ്റ ദിവസം കൊണ്ട് അത് ബജറ്റ് നിർദ്ദേശമായി മാറുന്നു. എന്തൊരു വേഗത! എങ്ങനെ എത്തി? ആർക്ക് ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. മെഴുകിയെന്നൊന്നും ഞാൻ പറയില്ല. മെഴുകനെന്നോ ചൈന പ്രതിഷ്ഠമെന്നോ മറ്റെന്തും ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ, ഞാൻ ആക്ഷേപിക്കില്ല. പക്ഷെ അങ്ങ് മറുപടി പറയണം. എങ്ങനെ ഇതെങ്ങനെ എത്തി? കഴിഞ്ഞ 3 വർഷക്കാലം അനക്കമില്ലാതിരുന്ന ഫ്രീസ് ചെയ്യപ്പെട്ട ഫയല് അതേ ഉദ്യോഗസ്ഥൻ CM-ന്റെ ഓഫീസിലെത്തിയപ്പോൾ എങ്ങനെ 2.5 മണിക്കൂർ കൊണ്ട് ബഡ്ജറ്റ് അലോക്കേഷൻ എന്നതുപോലെ ബഡ്ജറ്റ് തീരുമാനമായി? എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അറിഞ്ഞില്ല, ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ, ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.